Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, ഏത് രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏറ്റവും കൂടുതൽ നമ്മൾ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ചങ്ക് മൊഡ്യൂൾസ്, 5 മൊഡ്യൂൾസിൽ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യേണ്ട മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, essay വരുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക്സ് 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻ ഓവർവ്യൂ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, കമ്മോഡിറ്റി മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസ്. ഇതാണ്. സോ ഇതിൽ ബേസിക് മൊഡ്യൂൾസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് കണ്ടുവരാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇങ്ങനെയുള്ള ബേസിക് ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ്. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഡെറിവേറ്റീവിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസിന്റെ ഏരിയസിലോട്ട് പോകുമ്പോൾ FDI, FPI, അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പിന്നെ ബേസിക്സ് ആയിട്ടുള്ള ഈ പറയുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ പക്ക ബേസ് ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങൾ നിർബന്ധമായും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇതുവരെയായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്കിനി 1 by 1 ആയിട്ട് ഓരോ മൊഡ്യൂളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിലോട്ട് കിടക്കാം. സോ ഇതിലാദ്യം ഞാൻ പറഞ്ഞു ഓവർവ്യൂ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആണ്. സോ ഇതിൽ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, 2 വെയിറ്റേജിൽ കണ്ടുവരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അത് വീണ്ടും ഉണ്ടാവും എന്നുള്ളത് അറിയില്ല കേട്ടോ. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ്. ഓക്കെ, അതൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. essayക്ക് ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വരാം, നോക്കി വയ്ക്കണം, സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് കാണാൻ സാധിക്കും. അതിൽ മെയിൻ ആയിട്ട് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ആണ്. അപ്പോൾ അതിൽ മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് നിർബന്ധമായും പഠിക്കണം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം, ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് ഞാൻ പറഞ്ഞു, അതും റിപ്പീറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് വാരിയസ് പാർട്ടിസിപ്പൻസ് ഇൻ ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എന്തൊക്കെയാണ് പറഞ്ഞേ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, മണി മാർക്കറ്റ് എന്താണ്, ഡിഫറൻസ് ഇതിൻ്റെയും ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ മണി മാർക്കറ്റിലാണെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിലും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ ഈ പറയുന്ന മണി മാർക്കറ്റ്, ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് നിർബന്ധമായും നോക്കുക. 3 വെയിറ്റേജിൻ്റെ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞൊക്കെ നോക്കുക. പിന്നെ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഒക്കെ നോക്കി വെക്കുക. ചിലപ്പോൾ ഒരു essay, അതുപോലെ തന്നെ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ്, ഡെറിവേറ്റീവ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. എന്താണ് ഡെറിവേറ്റീവ്സ്, 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഈ പറയുന്ന 3 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്.
എന്താണ് ഡെറിവേറ്റീവ്സ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിർബന്ധമായി നോക്കി വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ ഫോർവേഡ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, സ്വാപ്പ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. സ്വാപ്പൊക്കെ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ചോദിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് നിർബന്ധമായും പഠിക്കണം. ചില സമയത്ത് ഈ പാർട്ടിസിപ്പൻസിലെ ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് ആരാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഹെഡ്ജേഴ്സ് ആരാണ്, സ്പെക്കുലേറ്റേഴ്സ് ആരാണ്, ആർബിട്രേജേഴ്സ് ആരാണ്, മാർജിൻ ട്രേഡേഴ്സ് ആരാണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും പഠിക്കാം. ഓക്കെ, അപ്പം ഇതൊക്കെ റിപ്പീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. 2 വെയിറ്റേജിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചോദിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന റോള്, ഫങ്ഷൻസ്, ഇതൊക്കെ എസ്സേക്കും ചോദിക്കാറുള്ളതാണ് നിർബന്ധമായും. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിപ്പീറ്റ് ചോദ്യമാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ദെൻ നെക്സ്റ്റ് അതിൻ്റെ താഴെ നമുക്ക് BSc NSc ഇതിനെ പറ്റിയിട്ട് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ BSc ആൻഡ് NSc എന്നുള്ള ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും അതും പഠിച്ചിരിക്കണം. അത് പറഞ്ഞാൽ ബേസിക് ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് സെബിയാണ്. SAക്ക് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് റോൾ ഓഫ് സെബി ഇൻ ബോത്ത് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റോൾ ഓഫ് സെബി ഇൻ ബോത്ത് റെഗുലേറ്ററി ആൻഡ് പ്രൊമോഷണൽ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ റോൾ ഓഫ് സെബി നോക്കിയിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. റിപ്പീറ്റ് ചോദ്യമാണ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലുള്ള. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 3 പാർട്ടിലും ചോദ്യങ്ങളുണ്ട്. നമുക്ക് SI 2 വരെ പ്രതീക്ഷിക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെബി, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ പറയുന്ന ബേസിക് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം മറ്റൊരു ടോപ്പിക്കാണ് SAക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 വരെ കിട്ടാം. 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന 2 വെയിറ്റേജിൻ്റെ ഡെറിവേറ്റീവ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ബേസിക് ചോദ്യങ്ങളായിട്ടുള്ള മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, മണി മാർക്കറ്റ്സിൻ്റെ ഡിഫക്ട്സ്, ഇതൊക്കെ 3 വെയിറ്റേജിൻ്റെലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ. ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. SA എന്തായാലും ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വൈസ്. ഇനി മൊഡ്യൂൾ നമ്പർ 2 ആണ്. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താണ് പറയുക, ഈ ഒരു മീഡിയം റേഞ്ചിലുള്ള ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂൾസ് ആണ്. അതിൽ കമ്മോഡിറ്റി മാർക്കറ്റാണ് മൊഡ്യൂൾ നമ്പർ 2. എന്താണ് കമ്മോഡിറ്റി മാർക്കറ്റ്? 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കമ്മോഡിറ്റി മാർക്കറ്റ് 2 വെയിറ്റേജ് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ അതിൻ്റെ ഫങ്ഷൻസ് വേണമെങ്കിലൊന്ന് നോക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെ ക്ലിയറിങ് എന്താണ് 2 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ ഡെറ്റ് മാർക്കറ്റ് എന്താണ് 2 വെയിറ്റേജ് ചോദ്യമാണ് കേട്ടോ. ഡെറ്റ് മാർക്കറ്റ് ഡിബെഞ്ചേഴ്സ്, അതിൽ ഡെറ്റ് മാർക്കറ്റിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെയുള്ള കാര്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡെറ്റ് മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, ഇതൊക്കെ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കാം. അത്രയ്ക്ക് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് ഇത് ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ട്. ലിസ്റ്റിംഗ് എന്താണ് 2 വെയിറ്റേജിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം. അതിൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ ലിസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോയാൽ മതി. 2 വെയിറ്റേജിൻ്റെയിലും അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെയിലും ആണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഈ പറയുന്ന
3 വെയിറ്റേജിൻ്റെ വന്നിട്ടുണ്ട്. ഇതിനായിട്ട് മുമ്പുള്ളത് ഡെറ്റ് മാർക്കറ്റിൻ്റെ റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറ്റ് മാർക്കറ്റ് 3 വെയിറ്റേജിൻ്റെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 3 വെയിറ്റേജിൻ്റെയിലേക്കാണ് കൂടുതൽ. ഐ റിപ്പീറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റ്, ഡെറ്റ് മാർക്കറ്റ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറ്റ് മാർക്കറ്റ്, ഇതൊക്കെ നമുക്ക് 3 വെയിറ്റേജിൻ്റെയിലാണ് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 വെയിറ്റേജിൻ്റെ ഇതൊക്കെ എന്താണെന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. സോ ദാറ്റ്സ് അബൌട്ട് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 2 ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറ്റ് മാർക്കറ്റ് നമുക്ക് 3 വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യാം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ 3 തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രൈമറി മാർക്കറ്റ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. അതിലെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്താണ്, അതുപോലെ പബ്ലിക് ഇഷ്യൂ. നമുക്ക് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്നത് ന്യൂ ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ. ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ. അതുപോലെ തന്നെ അൺറൈറ്റിംഗ് എന്താണ്, ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിലെ അൺറൈറ്റിങ്ങിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഇഷ്യൂൻസ് ഇൻ പ്രൈമറി മാർക്കറ്റ് ഉണ്ട്. അതിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ സെപ്പറേറ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. ഓക്കെ, IPO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ പറ്റിയുള്ള ചോദ്യം നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ 2 വെയിറ്റേജിൻ്റെ ചോദ്യം ബുക്ക് ബിൽഡിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്, നോക്കി വയ്ക്കുക. 3 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം. IPO പ്രോസസ്സ് 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻ. ദെൻ ബുക്ക് ബിൽഡിംഗ് എന്താണ്, 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻ. ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്, 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻ. ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ബൈ ബാക്ക് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, റിപ്പീറ്റ് ആണ്. ദെൻ ക്രിപ്റ്റോ കറൻസി എന്താണ്, 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ആണ്. ബിറ്റ് കോയിൻ എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. അപ്പോൾ ഈ പറയുന്ന ഇന്നോവേറ്റീവ് കേസസിലെ ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, പിന്നെ എന്താണ് എത്തറം, കാർഡാനോ, ഡോക്കോയിൻ, ഇങ്ങനെ 3-4 ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് 2 വെയിറ്റേജ് ചോദ്യമായിട്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന IPO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പ്രൈമറി മാർക്കറ്റിൽ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ന്യൂ ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഈ പറയുന്ന IPOയുടെ പ്രോസസ്സ് നോക്കാൻ ഞാൻ പറഞ്ഞു. ബുക്ക് ബിൽഡിങ്, ബൈ ബാക്ക്, അൺറൈറ്റിങ്, ഇതൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ബിറ്റ് കോയിനും കുറച്ച് പുതിയ കാര്യങ്ങളില്ലേ, ക്രിപ്റ്റോ കറൻസി, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ 0 കൂപ്പൺ ബോണ്ട് നോക്കണം. ഓക്കെ, ഇതൊക്കെ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും കണ്ടുവന്നുള്ളത് ഇപ്പം നബാർഡ് എന്താണ് 2 വെയിറ്റേജ് ചോദ്യത്തിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്, ആ രീതിയിൽ നോക്കാം. ദെൻ അതിനേക്കാൾ ഉപരീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടുള്ള UTI നോക്കിയിരിക്കണം. UTI എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സിഡ്ബി എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് എന്താണ് 2 വെയിറ്റേജ് ചോദ്യം. ദെൻ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, നോക്കി വയ്ക്കുക. 2 and 3 വെയിറ്റേജ് ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ മ്യൂച്വൽ ഫണ്ട്. 2 and 3 വെയിറ്റേജ് ചോദ്യത്തിലാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നുള്ളതും കണ്ടിട്ടുണ്ട്. ഓക്കെ, UTI, അതുപോലെ തന്നെ റിപ്പോ എന്താണ്, ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. റിപ്പോ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. പിന്നെ സെബി വീണ്ടും വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സെബിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് വീണ്ടും നമുക്കിതിൽ കാണാൻ സാധിക്കും. എന്തായാലും സെബിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കണം. പിന്നെ ഞാൻ പറഞ്ഞു റിപ്പോ നോക്കണം, റിപ്പീറ്റ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ IRDA എന്താണെന്നുള്ളതുണ്ട്.
പലതരത്തിലുള്ള ഇൻഷുറൻസിനെ പറ്റിയിട്ട് കാണാൻ സാധിക്കും. അതിൽ IRDA എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നബാർഡ് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ UTI നോക്കുക. UTI എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നോക്കുക. സെബി പിന്നെ ഓൾറെഡി ഇതിനേക്കാൾ മുമ്പുള്ള ഇതിൽ നമ്മൾ പറഞ്ഞതാണ്. സെബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിലൊക്കെ ഒരുപാടുണ്ടെങ്കിലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ആദ്യത്തെ മൊഡ്യൂളത്തെ പോലെ അങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടില്ല. ബട്ട് ചോദ്യങ്ങളുണ്ട് ഇടാനുള്ളത്, കണ്ടുവന്നിട്ടില്ല എന്ന് മാത്രം. നെക്സ്റ്റ് ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസ് ആണ്. ക്യാപിറ്റൽ ഫ്ലോസ് എന്താണ് നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ഫോറിൻ ക്യാപിറ്റൽ ഫ്ലോസിൽ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം SA ഇതിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. FDI എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് SAക്ക് ഒന്നാണ് FDIനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ FDI, FPI, FII ഇതൊക്കെ എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ 3 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 വെയിറ്റേജിൽ ഒരെണ്ണം വരാറുണ്ട്. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഡിപ്പോസിറ്ററീസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് 3 വെയിറ്റേജിനെല്ലാം പ്രതീക്ഷിക്കാം. ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിനെല്ലാം പ്രതീക്ഷിക്കാം. പിന്നെ പലതരത്തിലുള്ള ഡിപ്പോസിറ്ററീസ് ഉണ്ടല്ലോ, ADR, GDR, അതിലേതെങ്കിലും ഒരെണ്ണം. അതുപോലെ തന്നെ ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോൺസ്, FCCB, അതുപോലെ തന്നെ IDR. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഡിപ്പോസിറ്ററി റിസിപ്റ്റ്സ് ഉണ്ട്, IDR, ADR, GDR, FCCB, ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്താണ് അത് നോക്കണം. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ചോദ്യമാണ്, ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ്, ആർബിട്രേജൊക്കെ ഞാൻ ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ പറഞ്ഞു. പിന്നെ ബുക്ക് റണ്ണേഴ്സ് ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, ബുക്ക് റണ്ണേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ FDI, FPI, FII ഈ 3 പറ്റിയുള്ള ചോദ്യം റിപ്പീറ്റായിട്ട് കണ്ടുവരാറുണ്ട്. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സിനെ പറ്റിയുള്ള ചോദ്യം, അതിൽ ADR, GDR, FCCB, അതുപോലെ തന്നെ IDR ഇതിലേതെങ്കിലും ഒരെണ്ണം. ഡിപ്പോസിറ്ററീസിൻ്റെ ഫങ്ഷൻസ് ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. പിന്നെ വിട്ടുപോയൊരു ചോദ്യം, ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ള ഒരു SC ചോദ്യമാണ് ഇതിനായിട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അതൊന്നും നോക്കി വയ്ക്കുക. എന്താണ് ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, SCക്ക് വന്നിട്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ മൊത്തമുള്ള. അപ്പോൾ 5 മൊഡ്യൂളിലും നമുക്ക് ഡെപ്തിൽ പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബേസിക് ടോപ്പിക്സ് ആണ്. ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾ എന്തൊക്കെ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, IPO, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഞാൻ മെയിൻ ടോപ്പിക്സുകൾ എടുത്ത് പറയണമെന്ന് മാത്രം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ FDI, FPI അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ആർബിട്രേജ്, അങ്ങനെയുള്ള സ്പെക്കുലേഷൻ, അതിലത്തെ കുറച്ച് കാര്യങ്ങൾ, ഡിപ്പോസിറ്ററി ലാസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കുക. ബേസിക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള അതിൽ നിന്നൊക്കെ 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങൾ, പിന്നെ ഏതെങ്കിലും ഒരു essay മാറ്റിയിടണമല്ലോ 4 SAക്ക് വേണ്ടിയിട്ട്, അത് ഇട്ട് തരണമെന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സബ്ജക്ട്സിൻ്റെ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.